ചികിത്സ അനാസ്ഥയുടെ വാർത്ത കൂടി വരുന്നുണ്ട്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചു എന്ന പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. വൃക്കയിലെ കല്ല് നീക്കാൻ നടത്തിയ ശസ്ത്രക്രിയ പാളിയെന്നാണ് ആരോപണം. കഴിഞ്ഞ ഓഗസ്റ്റ് 6-ന് കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വാണിമേൽ സ്വദേശി പറമ്പത്ത് റീജിത്ത് ഇന്ന് പുലർച്ചെ മരണമടയുകയായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞതു മുതൽ ആരോഗ്യനില അനുദിനം വഷളായി എന്നാണ് കുടുംബം ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ കിഡ്നിയിൽ കല്ലായിട്ട് കാണിക്കാൻ വേണ്ടി വന്നായിരുന്നു. ഒ പിയിൽ കാണിച്ചു, വേണുഗോപാൽ സാറെ കാണിച്ചു. അപ്പോൾ അവർ സർജറിക്ക് ഡേറ്റ് തന്നു. റൈറ്റ് സൈഡിൽ കിഡ്നിക്കായിരുന്നു കംപ്ലൈൻ്റ് ആയിരുന്നു. അത് ഇവർ ചെയ്ത് ലെഫ്റ്റ് സൈഡിലാണ് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ നമുക്കന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. മാത്രമല്ല എല്ലിന് മുറിവുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മലബാർ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് അവർ പറയുന്നത്. ആ പഴുപ്പ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പഴുപ്പ് പൊട്ടും. അപ്പോൾ ഇവിടെ വന്ന് കാണിക്കുമ്പോൾ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയും സാധാരണ എല്ലാവർക്കുള്ള സംഭവമാണ്, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അന്ന് മാറിക്കോളും എന്ന് പറയും. പഴുപ്പ് ഉണങ്ങാതായപ്പോൾ വീണ്ടും വന്ന് കാണിച്ചു. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി ഡോക്ടർ ഈ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ പേഷ്യൻറ്റിനെ സർജറി റൂമിലേക്ക് വിളിച്ചു. കൺസെൻറ്റ് ഒപ്പിടാണ്ട് വീണ്ടും വരുന്ന സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കാതെ രണ്ടാമത്തെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിലും പൈപ്പ് കെട്ടിട്ട് സമ്മതില്ലാണ്ട് പൈപ്പിലിട്ട് സർജറി കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നാൽ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. ദിലിഷ തിലകൻ വിവരങ്ങളുമായി. ദിലിഷ, ഓഗസ്റ്റിലാണ് ഈ ശസ്ത്രക്രിയ നടന്നത്. അതിനുശേഷം പല പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട് എന്നതാണോ കുടുംബം പറയുന്നത്? തീർച്ചയായിട്ടും അനുജ, അതായത് ഏകദേശം 10 മാസങ്ങൾക്ക് മുമ്പ്, അതായത് 2025 ഓഗസ്റ്റിലാണ് ഈ വാണിമേൽ സ്വദേശിയായിട്ടുള്ള റീജിത്തിനെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതിനായിട്ടാണ്. അതായത് ഓഗസ്റ്റ് മാസം 6-ാം തീയതി അദ്ദേഹത്തിന് ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹത്തെ വിധേയനാക്കി. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതിന് ഇടത് ഭാഗത്ത് ആയിരുന്നു ശസ്ത്രക്രിയ നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ഡോക്ടർമാർ വലത് ഭാഗത്ത് ശസ്ത്രക്രിയ നടത്തി എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. വലതുഭാഗത്ത് ശസ്ത്രക്രിയ നടത്തുകയും അവിടെ പൈപ്പ് ഇടുകയുമായിരുന്നു. ശേഷം ആ ശസ്ത്രക്രിയ നടത്തിയ ഭാഗത്ത് പഴുക്കുകയും അസഹ്യമായ വേദനയും അവിടെ നിന്ന് ചലം ഒലിച്ചിറങ്ങുന്ന അവസ്ഥയുണ്ടായി. നിരന്തരം ഇത് ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതും കുടുംബം പറയുന്നുണ്ട്. ശേഷം വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ വന്നു. അതായത് ഏപ്രിൽ 1, 2026 ഏപ്രിൽ 1-ന് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹം 2ാമത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ഈ സമയത്ത് ഇടത് ഭാഗത്ത് തന്നെയാണ് ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത്. എന്നാൽ അത് കുടുംബത്തിൻ്റെ ഒരു അനുമതിയോ കുടുംബത്തിന്റെ കൺസെന്റോ ഇല്ലാതെയാണ് 2ാമത്തെ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത് എന്നാണ് കുടുംബം പറയുന്നത്. ശേഷം വീണ്ടും ഇത്തരത്തിൽ അസഹ്യമായ വേദനയും പഴുപ്പും കൂടുകയാണ് ഉണ്ടായത്. ഓരോ തവണയും യൂറോളജി വിഭാഗത്തിലെ HODയെയും അതുപോലെ തന്നെ ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരെയും സമീപിക്കുമ്പോഴും ഇത് ശസ്ത്രക്രിയ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതല്ല, ഇത് സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു വേദനയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുമാണ് എന്ന് നിസ്സാരമായി ഇത്രയുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് തുടർച്ചയായി തന്നെ ആശുപത്രി അധികൃതരെ സമീപിച്ചിട്ടും പരാതി ലഭിച്ചിട്ടില്ല എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് എന്തുകൊണ്ടാകാം? അനുജ, ആദ്യഘട്ടത്തിൽ പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞത്. എന്നാൽ രണ്ടാമത് ഇപ്പോൾ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അവരുടെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. പരാതി ലഭിച്ചിട്ടുണ്ട്, എന്നാൽ പിഴവുണ്ടായിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും റീജിത്തിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റീജിത്തിനെ രണ്ടാമതും ഇവിടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്ന മുമ്പ് ഒരു സ്വകാര്യ ആശുപത്രിയെ റീജിത്തിന്റെ കുടുംബം സമീപിച്ചിരുന്നു. ആ ആശുപത്രിയിൽ നിന്നാണ് ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണ്, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് റീജിത്തിന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് റീജിത്തിനെ വീണ്ടും മെയ് 29-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 3ാമതായിട്ട് പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു റീജിത്ത്. അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു, ICUയിലായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മരണപ്പെടുന്നത്. ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് തന്നെയാണ് എന്നാണ് റീജിത്തിന്റെ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജ് പോലീസിലും സൂപ്രണ്ടിനുമാണ് പരാതി നൽകിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് ഇന്ന് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിശദീകരണം. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.